കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായിട്ട് സാത്താന്റെ തന്ത്രങ്ങൾ എന്ന തലക്കെട്ടിൽ ചില കാര്യങ്ങൾ, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ ദൈവം അനുവദിച്ച് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് ഓരോ യുഗങ്ങളിലും സാത്താന്റെ പ്രവർത്തനം ഏത് വിധത്തിലാണ് മുന്നേറുന്നത് എന്നുള്ളത്, ഇന്ന് ആ വിഷയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്നും അതിനോട് തുടർന്ന് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കാനായിട്ടാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് ആഗ്രഹിക്കുകയാണ്. സാത്താന്റെ ഹൃദയ വിചാരം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിച്ചു. എൻ്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ വെക്കും എന്നുള്ളതായിരുന്നു അവന്റെ ഹൃദയത്തിലെ നിരൂപണം. സാത്താൻ തന്ത്രങ്ങൾ മെനയുമ്പോൾ അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ തന്നെയാണ്, തൻ്റെ ലക്ഷ്യം നിറവേറ്റുന്നതിനുള്ള തന്ത്രങ്ങൾ തന്നെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഓരോ സന്ദർഭങ്ങളിലും, അതായത് ഓരോ യുഗങ്ങളിലും അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ, അതായത് ദൈവിക പദ്ധതികളെ അട്ടിമറിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ താൻ അവിടെ നടപ്പാക്കി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. നിഷ്പാപ യുഗത്തിൽ മനുഷ്യനെ പാപത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് തന്നോടൊപ്പം നരകത്തിലേക്ക് പോകാനായിട്ട് വിധിക്കുക എന്നുള്ള ആ തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചായിട്ട് നമ്മൾ കാണുന്നത്. ഹവ്വയെ ഉപായത്തിൽ ചതിച്ചുകൊണ്ട് അവിടെ ആ പ്രവർത്തനം ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. തുടർന്ന് സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്നവനാണ് അവന്റെ തല തകർക്കാനിരിക്കുന്നതെന്നുള്ള മനസ്സിലാക്കിയ സാത്താൻ സ്ത്രീയുടെ സന്തതിയെ നശിപ്പിക്കുക എന്നുള്ള ആ പദ്ധതി അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് നമ്മൾ കണ്ടു. കയ്യിന് വശത്താക്കിക്കൊണ്ട് താൻ ആ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ ഹാബേലിന് തൻ്റെ ചൊൽപ്പടി കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഹാബേലിന് കയ്യിനെ കൊണ്ട് തന്നെ അവിടെ കൊന്ന് അവിടെ തൻ്റെ പദ്ധതി നിറവേറ്റാൻ സാധിക്കുമോ എന്നുള്ളത് താൻ അവിടെ പരീക്ഷിച്ച് നോക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ ദൈവം ഹാബേലിന് പകരം ഷേത്തിന് നൽകിക്കൊണ്ട് ആ തൻ്റെ പദ്ധതി അവിടെ നിഷ്പ്രഭമാക്കി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. തുടർന്ന് മനുഷ്യകുലത്തെ മുഴുവനും നശിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ മലിനമാക്കുവാനുള്ള ശ്രമമാണ് പിന്നീട് നടന്നത്. ഷേത്തിന്റെ കുടുംബം പോലും അതിൽ നിന്ന് ഒഴിവുള്ളവരായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. ദൈവം നോഹയെ മാത്രമാണ് തനിക്ക് കൊള്ളാവുന്നതിനായിട്ട് കണ്ടത് എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ നമ്മളത് വായിച്ചു. നോഹയ്ക്ക് മാത്രമാണ് യഹോവയുടെ കൃപ ലഭിച്ചത്. നോഹയെയും കുടുംബത്തെയും മാത്രം അവിടെ രക്ഷിച്ചുകൊണ്ട് അവിടെ ജലപ്രളയം വരുത്തിയതായിട്ട് നമ്മൾ വായിച്ചു. തുടർന്ന് മത്സരം ഈ മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് അയക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ബാബേലിലെ ഒരു ഗോപുരം പണിതുകൊണ്ട് ദൈവിക കൽപ്പനയെ ലംഘിക്കുന്ന ആ മത്സരത്തിലേക്ക് മനുഷ്യൻ ചാടി വീഴുന്നതായിട്ട് കണ്ടു. അവിടെ ഭാഷ കലക്കിക്കൊണ്ട് ദൈവമയൻ അവിടെ മറുപടി കൊടുത്തായിട്ട് നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ മനസ്സിലാക്കിയത് അബ്രഹാമിൽ കൂടെയാണ് ദൈവം തന്റെ പദ്ധതി നിറവേറ്റാൻ ഇരിക്കുന്നത് എന്നുള്ള മനസ്സിലാക്കിയ സാത്താൻ അബ്രഹാമിനെ, തൻ്റെ കുടുംബത്തെ മലിനപ്പെടുത്തിക്കൊണ്ട് തൻ്റെ പദ്ധതി മുന്നേറാനായിട്ടുള്ള ശ്രമമാണ് പിന്നീട് കാണുന്നത്. അവിടെ ദൈവം താൻ തന്നെ അബ്രഹാമിനെയും ഭാര്യ സാറായെയും വിടുവിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു. എന്നാൽ അതോടുകൂടി അവിടെ പ്രശ്നം തീർന്നില്ല. മിസ്രൈമിൽ നിന്ന് മടങ്ങിപ്പോരുമ്പോൾ ഒരു ദാസിയെ കൂടെ കൊണ്ടുപോകാനായിട്ട് അബ്രഹാമിന് ഇടയായി തീർന്നു എന്നുള്ളത് നമ്മളവിടെ
നമ്മളോട് ചിന്തിക്കേണ്ടായി. തുടർന്ന് അബ്രഹാമിന്റെ സന്തതി മുടിക്കുന്നതിനുള്ള ശ്രമമാണ് നടന്നത്. മിസ്രൈമിലായിരുന്ന അബ്രഹാമിന്റെ സന്തതിയെ അവിടെ ഇട്ട് ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശ്രമം അവിടെ ആരംഭിച്ചു. ആദ്യമായിട്ട് രഹസ്യമായിട്ട് സൂതികർമ്മത്തിൽ കൂടെ ആ വംശത്തെ മുടിച്ചു കളയാനുള്ള ശ്രമമാണ് അവിടെ ഫറവോനിൽ കൂടെ സാത്താൻ ആവിഷ്കരിച്ച് നടപ്പാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അവിടെ അത് പരാജയപ്പെട്ടപ്പോൾ തുടർന്ന് നമ്മൾ വായിക്കുന്നത് പരസ്യമായിട്ട് ആൺകുഞ്ഞുങ്ങളെ മുഴുവൻ നദിയിലിട്ട് കൊല്ലണം എന്നുള്ള കൽപ്പന കൊടുത്തുകൊണ്ട് അവിടെ ആ പദ്ധതി വീണ്ടും നടപ്പാക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നതായിട്ട് കണ്ടു. ഈ കാലഘട്ടത്തിൽ തന്നെ ദൈവം മോശയെ എഴുന്നേൽപ്പിക്കുന്നതായിട്ട് കണ്ടു. ഫറവോന്റെ മകൾ മുഖേന തന്നെ ആ മോശയെ മരണത്തിൽ നിന്ന് വിടുവിക്കുകയും ആദ്യത്തെ 2 വർഷം സ്വന്തം ഭവനത്തിൽ അഭ്യസനം നടത്താനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. തുടർന്ന് 40 വർഷം മിസ്രൈമിലെ ഞാൻ അഭ്യസിക്കുന്നതിനായിട്ട് ദൈവം വിട്ടുകൊടുത്തു. എന്നാൽ അതുകൊണ്ടും ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് തുടർന്നുള്ള 40 വർഷം ഇടയ ശുശ്രൂഷ ഏൽപ്പിച്ചു. അവിടെയാണ് ദൈവം തന്റെ ജനത്തെ നടത്തുന്നതിനുള്ള അഭ്യസനം അവിടെ കൊടുത്തതായിട്ട് നമ്മളവിടെ വായിക്കുന്നു. തുടർന്ന് ഈ ഈ വിധത്തിലുള്ള ട്രെയിനിങ്ങിന് ശേഷം ദൈവം ഇസ്രായേലിനെ വിടുവിക്കുന്നതിനുള്ള ദൗത്യം മോശയെ ഏൽപ്പിച്ചായിട്ട് നമ്മൾ കണ്ടു. ദൈവം നീട്ടിയ ഭുജം കൊണ്ട് മിസ്രൈമിൽ നിന്നും അവരെ പുറപ്പെടുവിച്ചു. അവസാനമായിട്ട് സാത്താൻ ഒരു ശ്രമം കൂടെ ചെങ്കടൽക്കരയിൽ നടത്തുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചു. അവിടെയും ദൈവത്തിന്റെ കൈ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ വിടുവിച്ചു. എന്നാൽ അവിടെയും ഒരു പ്രശ്നം അവിടെ സാത്താൻ അവിടെ എടുത്തിടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇസ്രായേൽ മക്കളിൽ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും വിത്തുകൾ പാകുന്നതിനുള്ള ഒരു ശ്രമം സാത്താൻ അവിടെയും നടപ്പാക്കുന്നത് നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ചിന്തിച്ചത് ഇവരോടൊപ്പം പുറപ്പെടുന്ന സമ്മിശ്ര ജാതിയെ കുറിച്ചാണ്. സാത്താൻ ആ സമ്മിശ്ര ജാതിയിൽ കൂടെ പിന്നീട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടത്. ഈ സമ്മിശ്ര ജാതി ഇസ്രായേൽ ജനം വരുത്തി വെച്ചൊരു വിന തന്നെയാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഈ വിധത്തില് അവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമ്മൾ വായിച്ചു. മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട ജനത്തിൽ യോശുവയും കാലേബും ഒഴികെയുള്ളവര് മരുഭൂമിയില് മരിച്ചു പോയതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അവർക്ക് കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാഹചര്യം ദൈവം ഒരുക്കി കൊടുത്തില്ല. അവരുടെ പിറുപിറുപ്പിന്റെ ഫലമായിട്ട് അവരെല്ലാം അവിടെ ഒടുങ്ങുന്നതായിട്ട് നമ്മളിവിടെ കണ്ടു. യോശുവയുടെ നേതൃത്വത്തിൽ പിന്നീട് ഒരു കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. യോർദാനിലെ വെള്ളം വറ്റിച്ചുകൊണ്ട് അവർക്ക് സുഗമമായ ഒരു പാത ഒരുക്കി ദൈവം അവരെ യോർദാൻ ഇക്കരയ്ക്ക് കടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ തുടർന്ന് യെരിഹോവിന് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദൈവം താൻ തന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ദൈവത്തിന്റെ കൈ മാത്രമാണ് പ്രവർത്തിച്ചത്. അവരുടെ ഭുജബലം കൊണ്ടല്ല, ഈ ഇസ്രായേൽ മക്കളുടെ ഭുജബലം കൊണ്ടല്ല അവിടെ ജയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് സാത്താൻ ഒരു തന്ത്രം അവിടെ ഇറക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആഖാനിൽ ആഖാനിൽ കൂടെ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് സാത്താൻ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കും. അവിടെ ശപഥാർത്ഥമായി മുഴുവൻ നശിപ്പിച്ചു കളയണമെന്നുള്ള കൽപ്പന ലംഘിക്കുവാനായിട്ട് അവിടെ ഇടയായി തീർന്നു. യോശുവയുടെ പുസ്തകം 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ യെരിഹോവിനെ ശപഥാർപ്പിതമായി നശിപ്പിച്ചു കളയാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തിരുന്നതാണ്. എന്നാൽ ആഖാനിൽ പ്രലോഭനം കൊടുത്തുകൊണ്ട് ആ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം
സാത്താൻ അവിടെ നടത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. തുടർന്ന് അവര് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു പരാജയത്തിലേക്ക് അവർക്ക് കൂപ്പുകുത്തേണ്ടതായിട്ട് ഇടയായി തീർന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. ഏറ്റവും ദുർബലമായ ഒരു രാഷ്ട്രത്തിൽ അവർക്ക് അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അവർ മറ്റു ജാതികളുമായി, ചുറ്റുമുള്ള ജാതികളുമായി സഖ്യത ചെയ്യരുതെന്നുള്ള കൽപ്പന വീണ്ടും ലംഘിക്കുന്നതായിട്ട് യോശുവയുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നു. ഗിബിയോന്യരുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് ആ കൽപ്പനയെ അവിടെ ലംഘിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ വഞ്ചന എന്നുള്ള ആ തന്ത്രമാണ് സാത്താൻ അവിടെ ഉപയോഗിച്ചായിട്ട് നമ്മളവിടെ വായിക്കുന്നത്. ഗിബിയോന്യർ ദൂരദേശത്തു നിന്ന് വരുന്നവരാണെന്നുള്ള വ്യാജേന അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതായിട്ട് നമ്മളവിടെ വായിക്കുന്നുണ്ട്. തുടർന്ന് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അവിടെയുള്ള ജാതികളെ മുഴുവനും നീക്കിക്കളയണമെന്നുള്ള കൽപ്പന അവിടെ ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകം 33-ാം അധ്യായത്തിന്റെ അതിന്റെ 55-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരിൽ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോടും ചെയ്യും. ഇവിടെ ദൈവം വ്യക്തമായിട്ടുള്ള കൽപ്പന ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ അവരെ ഊഴിയവേലയ്ക്ക് ആക്കാമെന്നുള്ള ആ ചിന്തയോടു കൂടി അവർ ചിലരെ അവിടെ ശേഷിപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. തുടർന്ന് അടുത്ത ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഈ ജാതികളെ കൊണ്ട് തന്നെ ദൈവം അവരെ പാഠം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് അവിടെ പ്രവേശിച്ച് അവിടെ സെറ്റിൽ ചെയ്ത ഈ ഇസ്രായേൽ ജനത്തിന് ന്യായാധിപന്മാരുടെ ഭരണമാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൈവം താൻ തന്നെ ഭരിക്കുന്ന ഭരണം അവിടെ സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ന്യായാധിപന്മാരുടെ കാലത്ത് നമ്മൾ അവിടെ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് നമ്മളവിടെ ഒരു പ്രത്യേക കാര്യം കാണാൻ സാധിക്കും. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയെ അറിയാത്ത തലമുറ. അവിടെ പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. ഇവിടെ നമ്മൾ ഞാൻ ആദ്യം വായിക്കുമ്പോൾ ഇതിൽ അത്ര ഒരു കുഴപ്പം എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നില്ല. എന്നാൽ ആവർത്തന പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത്, അതായത് ഇസ്രായേൽ ജനം റമസേസിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവരെല്ലാം മരുഭൂമിയിൽ മരിച്ചുപോയി. തുടർന്ന് അവരുടെ മക്കളാണ് ഈ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർക്ക് ദൈവം കൽപ്പിച്ച കൽപ്പനകൾ ആവർത്തിച്ച് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നീ മറക്കാതെയും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവ നിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെയും ഇരിക്കുവാൻ മാത്രം സൂക്ഷിച്ചു നിന്നെ തന്നെ ജാഗ്രതയോടെ കാത്തുകൊള്ളുക. നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവയെ ഉപദേശിക്കണം. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും
തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചുവല്ലോ. ഇവിടെ ദൈവം വ്യക്തമായിട്ടുള്ള കൽപ്പന അവിടെ കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ആ കാര്യം തന്നെ അവിടെ ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 6 അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. ഇവിടെ വ്യക്തമായിട്ട് അത് 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവയെ നിന്റെ വീടിന്റെ കട്ടകളിന്മേലും പടിവാതിലിന്മേലും എഴുതണം. ഈ വിധത്തിൽ തുടർന്നുള്ള ജനറേഷന് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവം അവിടെ ഏൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. അതിന്റെ 19-ാമത്തെ വാക്യം. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. അപ്പോ വ്യക്തമായിട്ടുള്ള കൽപ്പന അടുത്ത തലമുറ, 2 തലമുറയ്ക്ക് കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പിതാക്കന്മാർക്ക് ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടെ ദൈവം അവരെ അവിടെ വഴി നടത്തിയത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും ഈ ജനം യഹോവയെ അറിയാത്ത ഒരു തലമുറ ഉണ്ടായതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. നാം നമ്മുടെ മക്കൾക്ക് ഏതു വിധത്തിലാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. കേവലം നിരൂപണങ്ങളാണോ അതോ ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകളാണോ, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളാണോ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകത്തിലേക്ക് വരും അവിടെ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും അത് അന്വർത്ഥമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം തുറന്ന് വായിക്കുന്നത് അവിടെ ചാക്രികമായിട്ടുള്ള ഒരു പ്രക്രിയ അവിടെ നടക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. യഹോവയെ അറിയാത്ത ജനം അന്യദൈവങ്ങളെ സേവിച്ച് യഹോവയെ കോപിപ്പിക്കുന്നു. തുടർന്ന് യഹോവ അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവരെ വഴി നടത്തുന്നു. അവര് തീരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ യഹോവയോട് വീണ്ടും നിലവിളിക്കുന്നു. ദൈവം അവരെ ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ രക്ഷിക്കുന്നു. തുടർന്ന് വീണ്ടും സൈക്ലിക്കലായിട്ട് ഈ പദ്ധതി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മക്കളെ ശരിയായ വിധത്തിൽ പരിശീലിപ്പിക്കാതിരുന്നാൽ, ദൈവകൽപ്പന വേണ്ട വിധത്തിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതിരുന്നാൽ സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് അടുത്ത ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ ജനം സകല ജാതികൾക്കും ഉള്ളതുപോലെ ഒരു രാജാവിനെ ചോദിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവം അവര് ഭരിക്കാതെ വണ്ണം, അവിടെ നമ്മൾ അതാണ് വായിക്കുന്നത്, ദൈവം അവരെ ഭരിക്കാതെ വണ്ണം അവർക്ക് ചുറ്റുമുള്ള ജാതികളെ പോലെ ഒരു രാജാവിനെ അവര് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് യഹോവയ്ക്ക് അനിഷ്ടമായിരുന്നു എന്നുള്ളതാണ് നമ്മളവിടെ വായിക്കുന്നത്. ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോശേയ പ്രവചനം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു, എന്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. ഇവിടെ ആദ്യത്തെ രാജാവായ ശൗലിനെ കുറിച്ചാണ് അവിടെ കാണുന്നത്. ദൈവം തന്റെ ക്രോധത്തിലാണ് അവിടെ തന്റെ കോപത്തിലാണ് ഒരു രാജാവിനെ കൊടുത്തത് എന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും.
ശൗലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശൗൽ ആദ്യം വളരെ നല്ല നിലയിൽ ആ ഭരണം ആരംഭിച്ചുവെങ്കിലും തുടർന്ന് അവന്റെ ജീവിതത്തിൽ സാത്താനെ നേരിട്ട അതേ നിഗളം അവന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ദൈവം അവനെ നീക്കിക്കളയുന്ന അവസ്ഥയിലേക്ക് ആയിത്തീർന്നു. തുടർന്ന് നമ്മൾ തന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിനെ അവിടെ സിംഹാസനത്തിലേക്ക് വരുത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ദാവീദിൽ കൂടെയാണ് ദൈവം തന്റെ പദ്ധതി നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കിയ സാത്താൻ ദാവീദിന്റെ കുടുംബത്തെ തന്നെ നശിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവനിൽ ദാവീദിൽ നിന്നാണ് രക്ഷകൻ എഴുന്നേൽക്കുന്നത് എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കിയ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നത് പിന്നീട് ദാവീദിന്റെ സന്തതിയെ നശിപ്പിക്കുന്ന വിധത്തിലാണ്. ദാവീദിന്റെ സന്തതിയെ പാപത്തിൽ കുടുക്കിക്കൊണ്ട് നശിപ്പിക്കുന്നതായിട്ട് നമ്മൾ പല ഭാഗത്ത് വായിക്കുന്നുണ്ട്. എന്നാൽ അവനെ മോറലി മാത്രമല്ല ബാധിച്ചിരുന്നത്, ഫിസിക്കലി അവനെ നശിപ്പിക്കുന്നുള്ള ശ്രമം കൂടെ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദിന്റെ മക്കളിലെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അവനെ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ ദാവീദിന്റെ സന്തതി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് നമുക്ക് അത്തരം കാര്യങ്ങൾ ചിന്തിക്കാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ശലോമോന് ശേഷം, ദാവീദിന്റെ മകനായ ശലോമോന് ശേഷം രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഹൂദിയും ശമരിയും. ഇതിൽ ശമരിയെ ഉള്ള രാജാക്കന്മാർ, ഒന്നാം രാജാവ് മുതൽ അവിടെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഒന്നാം രാജാവായ യൊരോബെയാം അവിടെ തൻ്റെ മനസ്സിലെ ചില ആഗ്രഹമനുസരിച്ച് അവൻ തൻ്റെ ജനങ്ങൾ ആരും ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ യെരുശലേമിലേക്ക് നമസ്കരിക്കാൻ പോകരുത് എന്ന് വിചാരിച്ച് അവിടെ 2 കാളക്കുട്ടിയെ വാർത്ത് ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചതാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വിധത്തിൽ ഇസ്രായേലിനെ അല്ലെങ്കിൽ ശമര്യയെ ആ വിധത്തിൽ നശിപ്പിക്കുന്നതിനായിട്ടുള്ള കാര്യം അവിടെ സാത്താൻ തുടക്കത്തിൽ തന്നെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ യഹൂദ രാജാക്കന്മാരിൽ പലരും യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ച രാജാക്കന്മാരായിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ പല ഭാഗത്തും വായിക്കുന്നത് അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു, എന്നാൽ പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല എന്നുള്ള ഒരു പ്രയോഗം നമുക്കവിടെ പല ഭാഗത്തും വായിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ യഹോവയ്ക്ക് ഇഷ്ടമായിട്ട് ചെയ്ത് അല്ലെങ്കിൽ യഹോവയ്ക്ക് പ്രസാദമായിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നവരാണ് എങ്കിലും ചില കാര്യങ്ങൾ നീക്കിക്കളയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അനുവദിക്കാറില്ല എന്നുള്ളതാണ്. അതൊരു വാസ്തവം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പൂജാഗിരികൾക്ക് പോലും നീക്കം വരാതെ യഹോവയെ പ്രസാദിപ്പിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ അത് നമ്മിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുമെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് അവസാനം വന്നപ്പോൾ അവർ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു എന്ന് പറയുന്ന വിധത്തിൽ ആയിത്തീരുന്നതിനായിട്ട് ഇടയായി തോന്നുന്നു. ഇതിൽ യഹോരാം എന്നുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. 2 ദിനവൃത്താന്ത പുസ്തകം 21-ാം അധ്യായത്തില് നമ്മളിങ്ങനെ വായിക്കുന്നു. 21-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. യഹോശാഫാത്ത് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോട് കൂടെ അവൻ അടക്കം ചെയ്തു. അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി. അവന് യഹോശാഫാത്തിന്റെ പുത്രന്മാരായി അസര്യാവ്,
യഹീയേൽ, സെഖര്യാവ്, അസര്യാവ്, മീഖായേൽ, ശെഫത്യാവ് എന്നീ സഹോദരന്മാർ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ പുത്രന്മാർ. അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു. എന്നാൽ യഹോരാം ആദിജാതനായിരിക്കയാൽ രാജ്യത്വം അവന് കൊടുത്തു. യഹോരാം തന്റെ അപ്പന്റെ രാജ്യത്വമേറ്റു തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നു. ഇവിടെ യഹോരാം തന്റെ സഹോദരന്മാരെ മുഴുവനും കൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യഹോവയ്ക്ക് അനിഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ തന്നെക്കാൾ മാന്യരായ സഹോദരന്മാരെ മുഴുവനും കൊന്നുകൊണ്ട് അവിടെ യഹോരാം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ സാത്താൻ യഹോരാമിൽ കൂടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് യഹോരാമിനെ സാത്താൻ തന്റെ ഇച്ഛാനുസരണം അവിടെ നടത്താനായിട്ട് ഇടയായി തീർന്നു. മറ്റുള്ളവരാൽ ദൈവം അത് പിന്നീട് പ്രവർത്തിക്കരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ദൈവം തന്റെ പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടി അതിന്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമനിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക നിമിത്തവും ദാവീദ് ഗൃഹത്തെ നശിപ്പിക്കുവാൻ അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് മാത്രം യഹോരാം അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സംഭവത്തിൽ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യഹോരാമിന്റെ പിതാവായിരുന്ന യഹോശാഫാത്തിനെ കുറിച്ചുകൂടെ അവിടെ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. യഹോശാഫാത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 18ാം അധ്യായത്തിലാണ് യഹോശാഫാത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോശാഫാത്ത് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു, അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ഇവിടെ യഹോരാമിനെ കുറിച്ച് യഹോശാഫാത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ യഹോവയ്ക്ക് ഇഷ്ടനായിട്ട് ആണ് തന്റെ ഭരണം തുടങ്ങിയത് എന്നെങ്കിലും തുടർന്ന് അവന് ധനവും മാനവും വർദ്ധിച്ചപ്പോൾ ആഹാബുമായിട്ട് സംബന്ധം കൂടിയതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. അതുമാത്രമല്ല 21-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, യഹോരാമിനെ കുറിച്ച് വായിക്കുന്നത്, ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബിന്റെ മകൻ അവന് ഭാര്യയായിരുന്നുവല്ലോ, അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇവിടെ യഹോരാമിന്റെ പിതാവ് ഇസ്രായേൽ രാജാവുമായ ആഹാബുമായിട്ട് സംബന്ധം കൂടിയതുകൊണ്ട് ഈ ഇസ്രായേൽ രാജാവായ ആഹാബ് ഇസബേൽ ദമ്പതികളുടെ മകളെ തന്നെ അവൻ ഭാര്യയായിട്ട് എടുക്കുന്നതിന് ഇടയായി തീർന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഇസബേലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് സീദോന് രാജാവായ ഏദ്ബാലിന്റെ മകളായിരുന്നു ഇസബേൽ എന്നുള്ളതാണ്. അത് ഒരു ജാതീയ രാജാവായ, അല്ലെങ്കിൽ ബാലിനെ വളരെയധികം സേവിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ അവിടെ തന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഇടയായി തീർന്നു. പിതാക്കന്മാർ ചെയ്യുന്ന പ്രവൃത്തികൾ മക്കളിൽ വരെ ദോഷങ്ങൾ ഉളവാക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിശാച് പ്രവർത്തിക്കുന്ന വിധങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നമ്മൾ വായിക്കുന്നത് അതിന്റെ 16-ാം വാക്യത്തിൽ 21-ന്റെ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ദൈവം ഫെലിസ്ത്യരുടെയും കൂശ്യരുടെയും അറബികളുടെയും മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തിയതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ശത്രുക്കളുടെ കയ്യിൽ യഹോരാമിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവര് 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ യഹൂദയിലേക്ക് വന്ന് അതിനെ ആക്രമിച്ചു, രാജധാനിയിൽ കണ്ട സകല വസ്തുക്കളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത്,
ദൈവം അവിടെ ഒരു വ്യക്തിയെ ശേഷിപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അവന്റെ പുത്രന്മാരെ കൂട്ടി അവന്റെ ഇളയ മകനായ യഹോവഹാസ് അല്ലാതെ ഒരു മകനും അവന് ശേഷിച്ചില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. അതായത് ദൈവം അവിടെ ഒരു ദീപം അവിടെ നിലനിർത്തുന്നത്, അതായത് ദൈവം ആദ്യം കൊടുത്ത വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് വേണ്ടി ഒരു മകനെ അവിടെ ശേഷിപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, യഹോരാം കഠിന വ്യാധിയാൽ ഉടൽ പുറത്ത് ചാടി മരിച്ചു പോയതായിട്ടാണ് നമ്മളവിടെ വായിക്കുന്നത്. ദൈവം ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിലും ദൈവം താൻ ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് വേണ്ടി തന്റെ കുടുംബത്തിൽ ഒരു മകൻ അവിടെ ശേഷിപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. സാത്താൻ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കൈകൾ തന്നെ അവർക്ക് വിരോധമായിട്ട് ഇരിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെയുള്ള പ്രവർത്തനമാണ് സാത്താൻ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നമ്മൾ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 11-12 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ രാജകുമാരിയായ യെഹോശബത്ത് കൊല്ലപ്പെടുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അസര്യാവിന്റെ മകനായ യോവാശിനെ മോഷ്ടിച്ചെടുത്ത് അവനെയും അവന്റെ ധാത്രിയെയും ഒരു ശയനഗൃഹത്തിലാക്കി. ഇങ്ങനെ യഹോരാം രാജാവിന്റെ മകളും യഹൂദ രാജാവായ പുരോഹിതന്റെ ഭാര്യയുമായ യഹോശബത്ത്, അവൾ അസര്യാവിന്റെ സഹോദരിയല്ലോ, അഥല്യ അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനെ ഒളിപ്പിച്ചു. തുടർന്ന് ഈ അഥല്യ തന്നെ രാജകുമാരന്മാരെ മുഴുവൻ, രാജസന്തതികളെ മുഴുവനും നശിപ്പിക്കുന്ന ആ രംഗത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു പിതാമഹി തന്നെ തൻ്റെ കൊച്ചുമക്കളെ നിഷ്കരണം വധിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്നാൽ ദൈവം യോവാശ് എന്ന ഒരു മകനെ മാത്രം അവിടെ സംരക്ഷിച്ച് നിർത്തുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. വളരെ യഹോശഫാത്ത് ചെയ്ത ആ ഒരു പാതകം എത്രമാത്രം ദൂരവ്യാപകമായ ഫലമാണ് ഉളവാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് ദൈവം നമ്മെ ഇതിൽ കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് യോവാശിനെ രാജാവാക്കുന്നതും അഥലിയെ കൊന്നുകളയുന്നതും 22, 23 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശത്രുവിന്റെ ആക്രമണമല്ല അവിടെ നടന്നത്. പ്രത്യുത അവിശ്വാസികളോട് ഇണയില്ലാക്കണ കൂടരുത് എന്നുള്ള ആ കൽപ്പനയുടെ ലംഘനമാണ് ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പന വിട്ടുമാറാതെ ജീവിക്കാനായിട്ട് നമുക്ക് ഇടയായി തീരേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ഹിസ്കിയാവിന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ യെശയ്യാപ്രവചനം 36 അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 36 അധ്യായം അവിടെ 1-ാം വാക്യത്തിലെ നമ്മളങ്ങനെ വായിക്കുന്നു: ഹിസ്കിയ രാജാവിന്റെ 14-ാം ആണ്ടിൽ അശൂർ രാജാവായ സൻഹേരീബ് യഹൂദയിൽ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. ഇവിടെ ശത്രു രാജ്യത്തെ കൊണ്ടാണ് ഇവിടെ സാത്താൻ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. എന്നാൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത് ഹിസ്കിയാവ് ഒരു കാര്യവും ചെയ്യാതെ തന്നെ ദൈവം അവരെ ഒടുക്കിക്കളയുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അശൂരിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അശൂരിനോട് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഹിസ്കിയാവിന് യാതൊരു ബുദ്ധിമുട്ടും സഹിക്കേണ്ടതായിട്ട് വന്നില്ല. അവർ തമ്മിൽ നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അത് മാത്രമല്ല, യെശയ്യാ 37, 38 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സോറി 37 അധ്യായത്തിന്റെ 37-ാം വാക്യം: അങ്ങനെ അശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവേയിൽ പാർത്തു. എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട്
അരാരാത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ ഏസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു. ഇവിടെ ശത്രുവിനെ, അവന്റെ കുടുംബം തന്നെ ഇല്ലാതെയാക്കുന്ന, ആ രാജാവിനെ തന്നെ ഇല്ലാതെയാക്കുന്ന വിധത്തിൽ ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്ന സമയത്ത് ഈ സമയം ശത്രു സാത്താൻ അവിടെ ശത്രുവിൽ കൂടെ ഇടപെടുന്ന സമയത്ത് ഈ ഹിസ്കിയാവിന് മക്കളില്ലായിരുന്നു എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് ഹിസ്കിയാവിനും മരിക്കത്തക്ക രോഗം പിടിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ തന്റെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് 15 വർഷം ദൈവം അവിടെ നീട്ടിക്കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ നീട്ടിക്കൊടുത്ത ഈ കാലഘട്ടത്തിലാണ് തനിക്കൊരു മകൻ ജനിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. 2 രാജാക്കന്മാർ 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവിന്റെ മകനായ മനശ്ശെ വാഴ്ച തുടങ്ങിയത് 12-ാം വയസ്സിലായിരുന്നു എന്നുള്ളത് നമ്മളവിടെ വായിക്കുന്നു. അതായത് ദൈവം നീട്ടിക്കൊടുത്ത 15 വർഷ കാലഘട്ടത്തിലാണ് ആ മകൻ അവിടെ ജനിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. സാത്താൻ ഈ വിധത്തിലെല്ലാം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഹിസ്കിയാവിന് ശേഷം ഭരിച്ചവരിൽ യോശിയാവ് എന്ന ഒരു രാജാവ് ഒഴികെ ബാക്കി എല്ലാവരും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്ത രാജാക്കന്മാരായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മനശ്ശെ എന്ന മനശ്ശെയോട് ദൈവം അരുളി ചെയ്തു. അതായത് യോശിയാവിന്റെ പിതാമഹനായ മനശ്ശെയോട് ദൈവം, ഞാനൊരു 2 രാജാക്കന്മാർ 21 അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, 21 അധ്യായം 11-ാമത്തെ വാക്യം. അളവ് നൂലും ആഹാബ് ഗൃഹത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. ഒരുത്തൻ ഒരു തളിക തുടക്കുകയും തുടച്ച ശേഷം അത് കമഴ്ത്തിക്കളയുകയും ചെയ്യുന്നത് പോലെ ഞാൻ യെരൂശലേമിനെ തുടച്ചു കളയും. ഇവിടെ ദൈവമോടെ മനശ്ശെയോട് വ്യക്തമായിട്ട് കൽപ്പിച്ചു, ഞാൻ തൂക്കുകെട്ട പിടിക്കും. അതായത് എന്തുമാത്രം ചെരിവുണ്ടെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയാണ് തൂക്കുകെട്ട. ഈ ചെരിവ് വന്നു കഴിഞ്ഞാൽ ദൈവം പിന്നീട് അതിന്റെ മുകളിൽ പണിയാനായിട്ടുള്ള അനുവാദം കൊടുക്കുകയില്ല എന്നുള്ളതാണ് ദൈവം അവിടെ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ഈ തൂക്കുകെട്ട പിടിച്ച് അതിന്റെ ചെരിവ് മനസ്സിലാക്കി വീണ്ടും അതിന്റെ മുകളിൽ പണിതാൽ അത് വളരെയധികം ദോഷഫലം ഉളവാക്കും എന്നുള്ളത് കൊണ്ട് ദൈവം അതിനെ അനുവദിക്കുകയില്ല എന്നുള്ളതാണ് ദൈവം. അത് മാത്രമല്ല, പിന്നീട് വായിക്കുന്നത് അത് തളിക കമഴ്ത്തി വെക്കുന്നത് പോലെ തുടച്ചു കളയും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അതായത് ഈ തളിക ഉടച്ചു കളയും എന്നല്ല പറഞ്ഞത്, തളിക അത് കമഴ്ത്തി വെക്കുന്നത് പോലെ കമഴ്ത്തി വെക്കും എന്നുള്ളതാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു തളിക തുടയ്ക്കുകയും തുടച്ച ശേഷം അത് കമിഴ്ത്തി വെക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ യെരൂശലേമിനെ തുടച്ചു കളയും. അവിടെ ഈ തളിക ഉടച്ചു കളയുമെന്നല്ല പറഞ്ഞത്, അത് കമിഴ്ത്തി വെക്കുന്ന പോലെ, തുടച്ച് കമിഴ്ത്തി വെക്കുന്ന പോലെ. അതായത് പിന്നീട് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ആക്കി വെക്കും എന്നുള്ളത് അവിടെ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഈ വിധത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ ഇസ്രായേൽ ജനം തുടർന്ന് പ്രവാസത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവം തന്റെ പദ്ധതി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. തുടർന്ന് അവര് തുടർന്ന് മടങ്ങി വരുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇവർ പ്രവാസത്തിലേക്ക് പോയതിന് ശേഷവും സാത്താനോട് അടങ്ങിയിരുന്നില്ല എന്നുള്ളത് തുടർന്ന് നമുക്ക് പല ഭാഗങ്ങളിൽ വായിക്കാൻ സാധിക്കും. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു ഹാമാനെ നമുക്ക് കാണാൻ സാധിക്കും. ഹാമാൻ യഹൂദന്മാരെ മുഴുവനും നശിപ്പിച്ചു കളയേണ്ടതിന് തരം അന്വേഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം 3 അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ അതാ വായിക്കുന്നത്. യഹൂദന്മാരൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. എന്നാൽ ദൈവം അഹശ്വേരോശ് രാജാവിന്റെ ഉറക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ദൈവം അവിടെ മറുപടി കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇല്ലായിരുന്നു എങ്കിൽ ആ ദേശത്തുള്ള യഹൂദന്മാർ മുഴുവനും നശിച്ചു പോകുന്നതിന് ഇടയായി തീരുമെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം
അവിടെ പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ ഈ ദൈവത്തിന്റെ ഈ പദ്ധതി നിറവേറ്റുന്നതിന് ഉള്ള തടസ്സങ്ങൾ സാത്താൻ അവിടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. തുടർന്ന് യിരെമ്യാ പ്രവചനത്തിൽ 25-11-12 വാക്യങ്ങൾ വായിക്കുന്ന പോലെ ബാബേലിലെ പ്രവാസം 70 വർഷം നീണ്ടു നിൽക്കുമെന്നുള്ള ദൈവിക കൽപ്പന അനുസരിച്ച് 70 വർഷത്തിന് ശേഷം അവിടെ അവര് യഥാസ്ഥാനപ്പെടുന്നതായിട്ട്, അവരെ യഥാസ്ഥാനത്താക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. എസ്രായുടെ പുസ്തകം അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 1-ാം അധ്യായം 1-ാം വാക്യത്തില് അതിന്റെ ആദ്യ വാക്യത്തിൽ തന്നെ വായിക്കുന്നത്, യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസ്യ രാജാവായ കോരെശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസ്യ രാജാവായ കോരെശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്നാൽ, പാർസ്യ രാജാവായ കോരെശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. ഇവിടെ ദൈവം കോരെശിന്റെ മനസ്സിനെ ഉണർത്തുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ദൈവം രാജാക്കന്മാരിൽ കൂടെ നമ്മൾ വായിക്കുന്നത്, ദൈവം രാജാക്കന്മാരുടെ ഹൃദയത്തെ നീർച്ചാൽ പോലെ തിരിക്കുന്നതായിട്ട് നമുക്കവിടെ വായിക്കാൻ സാധിക്കും. സദൃശവാക്യങ്ങളിൽ ആണ് നമുക്കത് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ കോരെശിന്റെ മനസ്സിനെ അവിടെ ഉണർത്തുന്നതായിട്ട്, അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അവര് മടങ്ങി വന്ന്, എസ്രായുടെ നേതൃത്വത്തിൽ അവർ മടങ്ങി വന്ന് ആ ആലയത്തിന്റെ പണി അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ സാത്താൻ അവിടെയും പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. എസ്രായുടെ പുസ്തകം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളും പണിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനം അവിടെയുള്ള ശത്രുക്കൾ എഴുന്നേറ്റ് വരുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. 4-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുന്നത്, പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നുവെന്ന് യഹൂദന്മാരുടെയും ബെന്യാമിന്റെയും വൈരികൾ കേട്ടപ്പോൾ അവർ സെരുബ്ബാബേലിന്റെയും പിതൃഭവന തലവന്മാരുടെ അടുക്കൽ വന്നവരോട്, ഞങ്ങൾ നിങ്ങളോടുകൂടെ പണിയിട്ട് നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ എന്ന പോലെ ഞങ്ങളും അന്വേഷിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അശ്ശൂർ രാജാവായ ഏസർഹദ്ദോന്റെ കാലം മുതൽ യാഗം കഴിക്കുകയും ചെയ്തു പോരുന്നുവെന്ന് പറഞ്ഞു. അവിടെ ശത്രുക്കൾ അവർക്കെതിരെ ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞങ്ങളും പണിയട്ടെ. സാധാരണഗതിയിൽ അവർ അത് ഉൾക്കൊള്ളാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ആ വിധത്തിലാണ് സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നത്. തന്റെ തന്ത്രം അവിടെ പ്രയോഗിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. തുടർന്ന് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ പണിയാതിരിക്കേണ്ടതിന് അവരെ പേടിപ്പിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അവിടെ സാത്താൻ തന്റെ തന്ത്രം വീണ്ടും മാറ്റി പ്രയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബലാൽക്കാരൻ അവരെ ഹേമിച്ച് പണിമുടക്കിയതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഓരോ തന്ത്രവും മാറി മാറി പ്രയോഗിക്കുന്ന സാത്താനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുമാത്രം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ ദേശാധിപതികളായ തക്നാനിയും ശെദർബസ്നാനിയും അവരിൽ കൂടെ സാത്താൻ അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ വിധത്തിൽ സാത്താന്റെ പ്രവർത്തനം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, കോരെശ് രാജാവിന്റെ 1-ാം ആണ്ടിൽ കോരെശ് രാജാവ് കൽപ്പന കൊടുത്തത്, യെരുശലേമിലെ ദേവാലയം യാഗം കഴിക്കുന്ന സ്ഥലമായി പണിയണം, അതിന്റെ അടിസ്ഥാനങ്ങൾ ഉറപ്പായി ഇടണം, അതിന് 60 മുഴം ഉയരവും 60 മുഴം വീതിയും ഉണ്ടായിരിക്കണം, വലിയ കല്ലുകൊണ്ട് 3 വരിയും പുതിയ ഉത്തരങ്ങൾ കൊണ്ട് 1 വരിയും ഉണ്ടായിരിക്കണം, ചെലവ് രാജാവിന്റെ ഭണ്ഡാര ഗൃഹത്തിൽ നിന്ന് കൊടുക്കണം എന്നുള്ള കൽപ്പന ഈ രാജാവിൽ കൂടെ തന്നെ കൊടുക്കുന്ന വിധത്തിൽ ദൈവം അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ശത്രുവിന്റെ തന്ത്രങ്ങളെല്ലാം ദൈവം തകർത്ത് കളയുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഈ ദൈവജനത്തിന്റെ പ്രവർത്തനത്തെയാണ് പിന്നീട് നമ്മളവിടെ കാണുന്നതായിട്ട് കാണുന്നത്. 9-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ദൈവജനത്തിന്റെ പ്രവർത്തനത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന്റെ 9-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങളില്, അതിനുശേഷം പ്രഭുക്കന്മാർ എൻ്റെ അടുക്കൽ വന്നു
ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും ദേശനിവാസികളോട് വേർപെടാതെ കനാന്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, അമ്മോന്യർ, മോവാബ്യർ, മിസ്രൈമ്യർ, അമോര്യർ എന്നിവരുടെ മ്ലേച്ഛതകളെ ചെയ്തു വരുന്നു. പുത്രിമാരെ അവർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരെ എടുത്തതുകൊണ്ട് വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയി. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ അകൃത്യത്തിൽ ഒന്നാമതായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശത്രുക്കൾ കൂടെ പ്രവർത്തിക്കാനായിട്ട് സാത്താന് സാധിക്കാതെ വന്നപ്പോൾ തന്റെ ജനത്തെ ത്തിൽ കൂടെ തന്നെ പ്രവർത്തിക്കുന്നതിനായിട്ട് സാത്താൻ ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ വായിക്കുന്നത് പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഒന്നാമതായിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ ശത്രു അല്ലെങ്കിൽ സാത്താൻ ഇടപെടുന്നത് ശത്രുവിനിൽ കൂടെ ഇടപെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മിൽ കൂടെ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ചേർത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിൽ വേണ്ട വിധത്തിൽ യാഗം കഴിക്കുന്ന ഇടമായിട്ട് തീരേണ്ടത് അത്യാവശ്യമാണ്. ഈ വിധത്തിൽ ആലയമായിട്ട് പ്രവർത്തിക്കുന്നതിന് തടസ്സമായിട്ട് ശത്രുവിനെ ചിലപ്പോൾ ഇറക്കിന്നിരിക്കും. എന്നാൽ നമ്മിൽ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പ്രഭുക്കന്മാരുടെയും പ്രമാണികളുടെയും കൈ തന്നെ ഈ ആലയം അശുദ്ധമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. തുടർന്ന് നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മതിൽ പണിയോടുള്ള ബന്ധത്തിലാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മതിലുകൾ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള മതിലുകൾ ശത്രു നേരെ കയറി വരാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ആ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മതിൽ പണി അവിടെ ഏതു വിധത്തിലായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ ആദ്യം അവർ പരിഹസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ശത്രുവോടെ പരിഹസിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവര് വന്ന് കൊന്ന് പണിമുടക്കുന്നതിനുള്ള പ്രവർത്തനം അവിടെ നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ എന്നാൽ അതിനേക്കാൾ ഉപരി അവിടെ നടന്ന കാര്യമാണ് എന്നെ ചിന്തിപ്പിച്ചത്. നെഹമ്യാവിന്റെ പുസ്തകം 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മതിൽ പണി ഏകദേശം തീർന്നു കഴിഞ്ഞു. അത് അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നടന്ന കാര്യമാണ് പിന്നീട് 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്. 13 അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: യെരൂശലേമിലേക്ക് വന്നപ്പോൾ എല്യാശീബ് തോബിയാവിന് ദേവാലയത്തിന്റെ പ്രാകാരങ്ങളിൽ ഒരു അറ ഒരുക്കി കൊടുത്തതിനാൽ ചെയ്ത ദോഷം ഞാൻ അറിഞ്ഞു. ഇവിടെ ശത്രുവിനെ അകത്ത് താമസിപ്പിക്കുന്ന വിധത്തിൽ അവിടെ പ്രവർത്തനം നടക്കുന്നതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ എല്യാശീബ് ഒരു പുരോഹിതനാണ്. എല്യാശീബ് പുരോഹിതനിൽ കൂടെയാണ് അവിടെ ശത്രു പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശത്രു പുറത്തു നിന്ന് ഈ മതിൽ പണിക്കുള്ള എല്ലാ തടസ്സങ്ങളും ഉണ്ടാക്കിയെങ്കിലും ദൈവം അവരെ അതിൽ നിന്നൊക്കെ വിടുവിച്ച് ആ ദൈവിക പദ്ധതി നിറവേറുന്നതിനെ സഹായിച്ചുവെങ്കിലും ഇവിടെ എല്യാശീബ് പുരോഹിതൻ തന്നെ അവിടെ ലംഘിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അവിടെ ശത്രുവിനെ അകത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന എല്യാശീബ് പുരോഹിതനെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമുക്ക് തുടർന്ന് നമ്മൾ വായിക്കുന്നത് കൽപ്പന ലംഘിക്കുന്ന, അതായത് 13-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആ കാലത്ത് യഹൂദന്മാരിൽ ചിലർ ശബ്ബത്തിൽ മുന്തിരിച്ചക്ക ചവിട്ടുന്നതും കറ്റ കൊണ്ടുവരുന്നതും കഴുതപ്പുറത്ത് ചുമട് കയറ്റുന്നതും ശബ്ബത്തിൽ വീഞ്ഞ്, മുന്തിരിപ്പഴം, അത്തിപ്പഴം മുതലായ ചുമടെല്ലാം യെരൂശലേമിലേക്ക് ചുമന്നുകൊണ്ട് വരുന്നതും കണ്ടു. അവർ ഭക്ഷണ സാധനം വിൽക്കുന്ന ദിവസത്തിൽ ഞാൻ അവരെ പ്രബോധിപ്പിച്ചു. ഇവിടെ കൽപ്പന ലംഘിക്കുന്ന യഹൂദന്മാരെ കുറിച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്: ആ കാലത്ത് ഞാൻ അസ്തോദ്യരും അമ്മോന്യരും മോവാബ്യരുമായ സ്ത്രീകളെ വിവാഹം കഴിച്ച യഹൂദന്മാരെ കണ്ടു. അവരുടെ മക്കൾ പകുതി അസ്തോദ്യ ഭാഷ സംസാരിച്ചു. അവർ അതത് ജാതിയുടെ ഭാഷയല്ലാതെ യഹൂദ്യ ഭാഷ സംസാരിക്കുവാൻ അറിഞ്ഞില്ല. ഇവിടെ അതിനേക്കാൾ ഉപരി നമ്മൾ അവിശ്വാസികളോടുള്ള ഇണയില്ലാ പിണയെ കുറിച്ചും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ
വായിച്ചൊരു കാര്യം, യഹൂദ ഭാഷ സംസാരിക്കാനായിട്ട് അവർ അറിഞ്ഞില്ല. അത് മാത്രമല്ല, ജാതിയുടെ ഭാഷയായ അസ്തോദ്യ ഭാഷ മാത്രം സംസാരിക്കാനായിട്ട് പഠിച്ച ഒരു ജനറേഷനെ, ഒരു തലമുറയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കൾ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്നുള്ളത്, അത് ഒരു ദൈവജനത്തിന് ചേരുന്ന ഭാഷ നമ്മുടെ മക്കളിൽ നിന്നും ഉയരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതോ ജാതികളുടെ ഭാഷയാണോ അവർ സംസാരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ വിധത്തില് സാത്താൻ ഏതെല്ലാം വിധത്തിൽ അവരെ നശിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാധാരണഗതിയിൽ ശത്രുവിന്റെ ആക്രമണത്തിലല്ല സാധാരണഗതിയിൽ അവർ പരാജയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അവർ സ്വയം വരുത്തിക്കൂട്ടിയ ചില വിനകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിലും നാം ദൈവമക്കളായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശത്രുവിനെ കൊണ്ടുള്ള പ്രയാസങ്ങളല്ല കൂടുതൽ വരാനുള്ള സാധ്യത, നാം സ്വയം വരുത്തി വയ്ക്കുന്ന അല്ലെങ്കിൽ സാത്താന് അടിമപ്പെട്ട് അല്ലെങ്കിൽ സാത്താന്റെ തന്ത്രങ്ങളിൽ പെട്ട് ഉണ്ടാകുന്ന അസ്വസ്ഥതകളാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആവശ്യമാണ്. സാത്താനെ കുറിച്ചുള്ള ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ ഏറ്റവും കുറിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മൾ സാത്താന്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കി ജീവിക്കേണ്ടതിന്റെ അത്യാവശ്യം എന്താണെന്നുള്ളത് ഈ ഭാഗങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം ഈ വിധത്തിൽ ശത്രുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കി ജീവിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം എന്നും എന്നേക്കും വാഴ്ത്തോടുമാറാകട്ടെ.